വിവാദങ്ങൾക്കിടെ NSS വാർഷിക പ്രതിനിധി സഭ അല്പസമയത്തിനകം ചങ്ങനാശ്ശേരി പെരുന്നയിൽ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിശദീകരണം നൽകിയേക്കും. അതിനിടെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ കോട്ടയത്തും ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം കാണാം. അവിടെ ജി സുകുമാരനെ രാജിവെക്കുക എന്നുള്ളതാണ് അവിടെ അയ്യപ്പ വിശ്വാസികളായ കരയോഗാംഗങ്ങൾ എന്ന പേരിൽ ഒരു ഫ്ലക്സ് ഉയർന്ന പല ഫ്ലക്സുകൾ അങ്ങനെ ഉയരുന്നുണ്ട്. ഇന്നലെ ഉയർന്ന ഫ്ലക്സ് ഇതുപോലെ അയ്യപ്പ വിശ്വാസികളെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ എന്നുള്ളതായിരുന്നു ജി സുകുമാരൻ നായരെ ആ ഫ്ലക്സിൽ വിശേഷിപ്പിച്ചത്. ഇതിലും അങ്ങനെ ഒരു ചിത്രമുണ്ട്. അത് കട്ടപ്പയാണോ എന്നറിയില്ല. എന്തായാലും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട നിലപാട് വിശദീകരിക്കാൻ കോട്ടയത്ത് UDF കൺവെൻഷൻ ചേരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF കൺവീനർ അടൂർ പ്രകാശും പങ്കെടുക്കും. ടോബി ജോൺസൺ ചേരുന്നുണ്ട് പെരുന്നയിൽ നിന്നും. ടോബി, ഈ ഫ്ലക്സുകൾ ഇപ്പോൾ വ്യാപകമായ ഒരു പ്രതിഷേധം എന്നൊന്നും പറയാൻ കഴിയുന്നില്ലെങ്കിലും പലയിടങ്ങളിലും ഫ്ലക്സുകൾ വരുന്നുണ്ട്. പല കരയോഗങ്ങളിൽ നിന്നും രാജി ഉണ്ടാവുന്നുണ്ട്. ഇനിയും രാജികൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയും ജി സുകുമാരൻ നായരുടെയും NSSന്റെയും ശത്രുക്കളാണ് എന്ന നിലപാടിലാണോ സംഘടന? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിനെ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. കാരണം ഇതൊരു വ്യാപകമായിട്ടുള്ള പ്രതിഷേധമായി NSSനുള്ളിൽ പോയിട്ടില്ല. നമ്മൾ ആഷ്മി പറഞ്ഞതുപോലെ തന്നെ വിരലെണ്ണാവുന്ന പ്രതിഷേധങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ 2 സ്ഥലത്ത് ഫ്ലക്സ് വന്നു. ഇന്ന് കോട്ടയം ചേനാട് 652 കരയോഗം അവരൊരു ഫ്ലക്സ് വെച്ചു. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയിൽ ഒരു 4 പേര് രാജിവെച്ചു എന്ന് പറയുന്നു. ഈ രാജിവെച്ചവരിൽ പലരും NSSന്റെ അകത്ത് ഉണ്ടായിരുന്നവരല്ല, അവർ നേരത്തെ തന്നെ അതിന് പുറത്തുള്ളവരാണെന്നാണ് പറയുന്നത്. എറണാകുളത്തും ഇന്നലെ ഒരു പ്രതിഷേധം നടന്നു. ഇത്രയും പ്രതിഷേധങ്ങൾ മാത്രമാണ് ഈ ഒരു നിലപാട് മാറ്റത്തിന് ശേഷം ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുകുമാരൻ നായർ പറയുന്നത് ഈ NSSലുള്ള ഭൂരിഭാഗം ആളുകളും തന്റെ നിലപാടിനെ അംഗീകരിക്കുകയായിരുന്നു, പൊതുസമൂഹവും ആ നിലപാട് അംഗീകരിച്ചു എന്ന് ഇന്നലെ നമ്മളോട് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ശരിയായിട്ടുള്ള നിലപാടാണ് താൻ സ്വീകരിച്ചത് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് പ്രധാനമായിട്ടും ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്നത്, പ്രതിനിധി സഭ നടക്കുന്നത് ബജറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. ആ ബജറ്റ് വിഷയങ്ങളാണ് പ്രധാന ചർച്ചയെങ്കിലും ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നിലപാട് മാറ്റം നമുക്കറിയാവുന്നതുപോലെ തന്നെ NSS കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സ്വീകരിച്ചിരുന്ന നിലപാട് സമദൂര നിലപാടാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു പശ്ചാത്തലമുണ്ട്. എന്നാൽ അതിനെ സുകുമാരൻ നായർ തന്നെ പറയുന്നത് ഈ സമദൂര നിലപാടിലും ശരിദൂരമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഈ അംഗങ്ങളോട് വിശദീകരിക്കേണ്ട ഒരു പശ്ചാത്തലം, ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ആ ഒരു പ്രസംഗത്തിൽ ഇക്കാര്യങ്ങൾ പറയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉറ്റുനോക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും മറുപടി ഈ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നും നമ്മൾ ഉറ്റുനോക്കുന്നു. 300 പ്രതിനിധികളാണുള്ളത്. പക്ഷേ അവരാരും തന്നെ അതിനെ എതിർത്ത് പറയാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. ഇതിനോടകം തന്നെ അദ്ദേഹവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ 300 പേരും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രതിഷേധമായി വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. കാരണം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുമാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ അങ്ങനെ രാഷ്ട്രീയമായിട്ട് BJPയിലും കോൺഗ്രസിലുമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും UDFും അതുപോലെ തന്നെ കോൺഗ്രസും ഒരു അനുനയ നീക്കം ആരംഭിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷമേറ്റ ഒരു തിരിച്ചടിയാണ്. അല്ലെങ്കിൽ ഈ നിലപാട് NSS നിലപാട് മാറ്റിയതോടുകൂടി അവർക്ക് വലിയൊരു പിന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമം ആള് കുറഞ്ഞു, അത് പരാജയമായിരുന്നു എന്ന് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും പറഞ്ഞുവെങ്കിലും സുകുമാരൻ നായർ തന്നെ അതിൽ പറഞ്ഞു ആള് കുറയുന്നതിലല്ല കാര്യം നടത്തുന്നതിലാണ് കാര്യം എന്ന് സുകുമാരൻ നായർ പറഞ്ഞു വെക്കുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണെന്നുള്ള സംശയമില്ല. അതുകൊണ്ടാണ് ഇന്ന് കോട്ടയം നഗരത്തിൽ തിരുനക്കരയിൽ തന്നെ ഒരു വിശദീകരണ കൺവെൻഷൻ നടത്തുന്നത്. അതിൽ പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തും, ഒപ്പം തന്നെ UDF കൺവീനർ അടൂർ. അതിനു മുൻപ് NSS പെരുന്നയിലെത്തി സുകുമാരൻ നായരെ നേരിട്ട് കാണാനുള്ള ഒരു നീക്കം ഈ നേതാക്കൾ ആരെങ്കിലും നടത്തുമോ എന്നുകൂടി നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചർച്ചയ്ക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ടാരും വരണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് സുകുമാരൻ നായരുള്ളത്. അതിനപ്പുറത്തേക്ക് അതല്ല, അതിനപ്പുറത്തേക്കൊരു ഈ ഒരു അകൽച്ച അകറ്റാൻ കോൺഗ്രസ് നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തുമോ എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നേക്കാം. ഹാഷ്മി, ഓക്കെ, പ്രതിസഭ അല്പസമയത്തിനകം ചേരുകയാണ്. അതിനുള്ളിൽ ജി സുകുമാരൻ നായർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നറിയില്ല. ഉണ്ടാകാനുള്ള വഴി സാധ്യതയില്ല. പക്ഷേ ഈ പറയുന്ന അയ്യപ്പ വിശ്വാസികളായ സമുദായ അംഗങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ വഞ്ചകൻ എന്നൊക്കെയുള്ള ഫ്ലക്സുകൾ പല കോണുകളിൽ നിന്നും പല സൈഡിൽ നിന്നും ഉയരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകാതിരിക്കാനോ അല്ലെങ്കിൽ അത് NSSന്റെ ശത്രുക്കളാണ് എന്തെങ്കിലും പറഞ്ഞു പോകാതിരിക്കാനോ പ്രതിനിധി സഭയ്ക്ക് കഴിയും എന്നും തോന്നുന്നില്ല. നമുക്കത് കാത്തിരുന്ന് കാണാം അല്പസമയത്തിനകം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.